നമസ്കാരം. ലക്ഷ്യയുടെ യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. 26/9/2024 നടന്ന SI പരീക്ഷയുടെ മെയിൻ പരീക്ഷയ്ക്ക് ഉണ്ടായിരുന്ന മാത്സിലെയും മെന്റൽ എബിലിറ്റിയിലെയും ചോദ്യങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്യുക എന്നതാണ് ഇന്നത്തെ ഈ വീഡിയോ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. തുടർന്ന് നടക്കാൻ പോകുന്ന സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് ഉൾപ്പെടെയുള്ള പരീക്ഷകൾക്ക് തീർച്ചയായും ഈ ചോദ്യം നമ്മളെ സംബന്ധിച്ചിടത്തോളം വളരെ ഉപകാരപ്രദമായിരിക്കും. അപ്പോൾ നമുക്ക് ചോദ്യങ്ങളിലേക്ക് വരാം. ആദ്യത്തെ ചോദ്യം ഇതാണ്: 2000 ഒരു സാധനത്തിന്റെ വില 25% വർദ്ധിച്ചു, 2001 40% വർദ്ധിച്ചു, 2002 30% കുറഞ്ഞു, 2003 തുടക്കത്തിൽ സാധനത്തിന്റെ വില 980 ആണെങ്കിൽ 2000 തുടക്കത്തിൽ സാധനത്തിന്റെ വില എന്ത്? ഒരു സൈഡിൽ മലയാളവും ഒരു സൈഡിൽ ഇംഗ്ലീഷുമാണ് ചോദ്യ പേപ്പർ ഉള്ളത്. പലപ്പോഴും മലയാള ചോദ്യ പേപ്പറുകളിൽ ചില കറക്ഷൻസ് വരാറുണ്ട്. ആ കറക്ഷൻസ് തോന്നുന്നുവെങ്കിൽ തൊട്ടപ്പുറത്തെ ഇംഗ്ലീഷ് ചോദ്യം വായിച്ച് വർക്കൗട്ട് ചെയ്യുന്ന കാര്യം എല്ലാവർക്കും അറിയാമെന്ന് വിശ്വസിക്കുന്നു. അങ്ങനെയാണെങ്കിൽ കുറെ കൂടെ കൃത്യത കിട്ടാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഇവിടെ നോക്കൂ, 2000 ഒരു സാധനത്തിന്റെ വില 25% വർദ്ധിച്ചു. ഇപ്പൊ നമുക്ക് രണ്ട് മെത്തേഡ് ചെയ്യാം. ഒന്ന് സാധാരണ സാധനത്തിന്റെ വില എക്സ് ആണ് എന്നെടുത്തുകൊണ്ട് നമുക്ക് ചെയ്യുന്ന ഡയറക്റ്റ് മെത്തേഡ് ഉണ്ട്. മറ്റൊന്ന് നമുക്കൊരു പർട്ടിക്കുലർ പെർസെൻറ്റേജിലേക്ക് എത്തിച്ചുകൊണ്ട് ചെയ്യാൻ പറ്റുന്ന കുറച്ചുകൂടെ സിംപ്ലിഫൈ ചെയ്യുന്ന മെത്തേഡ് ഉണ്ട്. അപ്പോൾ 2000 ഒരു സാധനത്തിന്റെ വില 25% കൂടി. ശതമാനം എന്നാൽ 100ൽ എത്ര എന്നല്ലേ? അപ്പോൾ എല്ലാ സാധനങ്ങളുടെയും വാങ്ങിയ വിലയെ നമ്മൾ 100ആയാണ് കണക്കാക്കുന്നത്. ലാഭം എന്നാൽ 100നേക്കാൾ കൂടുതൽ വരും. വർദ്ധിച്ചു എന്നാൽ 100നേക്കാൾ കൂടുതൽ വരും. അപ്പം 100 ബേസായി എടുത്താൽ 25% വർദ്ധിക്കുന്നു എന്ന് പറഞ്ഞാൽ 2000 നിന്ന് സാധനത്തിന്റെ വില എന്ത് ചെയ്തു? 25% കൂടി എന്ന് പറഞ്ഞാൽ 125%. ക്ലിയർ അല്ലേ? എന്നാൽ 2001 എന്താ സംഭവിക്കുന്നേ? സാധനത്തിന്റെ വില 40% വർദ്ധിച്ചു. അപ്പൊ 100നോട് 40% കൂട്ടിയാൽ എത്രയാകും? 140. 2002 എന്താ സംഭവിക്കുക? സാധനത്തിന്റെ വിലയില് 30% കുറഞ്ഞു എന്ന് പറഞ്ഞാൽ 100ൽ നിന്ന് കുറയ്ക്കും. അപ്പൊ 100ൽ നിന്ന് 30 കുറച്ചാൽ എന്തായി? 70%. ഇതാണ് ഒരു സാധനത്തിന്റെ അടിസ്ഥാന വിലയിലുണ്ടായ ചേഞ്ച്. ഒരു സാധനത്തിനൊരു വിലയുണ്ടായിരുന്നു, ആദ്യം അത് 25% കൂടി, അതായത് 125%. അതിനുശേഷം ആ കിട്ടുന്ന വാല്യൂ 140%. അതിനുശേഷം അത് 70%. ആ 70% ആയി അവസാനിച്ചു വരുമ്പോൾ 2003 വില 980. എങ്കിൽ സാധനത്തിന്റെ യഥാർത്ഥ വില എന്ത്? അപ്പോൾ സാധനത്തിന്റെ വില നമ്മൾ എക്സ് എന്നെടുത്തു. 125% നമ്മൾ എങ്ങനെ എഴുതുക? 125/100 ഇൻറ്റു അടുത്ത 140% നമ്മൾ എങ്ങനെ എഴുതുക? 140/100 ഇൻറ്റു 70% എങ്ങനെ എഴുതാം? 70/100. ഇങ്ങനെ ലഭിച്ച തുക എത്രയാണ്? 980. അപ്പൊ സാധനത്തിന്റെ വില എന്ത് ചെയ്തു? എക്സ് എന്ന് നമ്മൾ എടുത്തു. നമുക്ക് കാണേണ്ട വാല്യൂ എക്സ് ആണ്. അത് 125%, പിന്നീട് 140, പിന്നീട് 70% ചേഞ്ച് ഉണ്ടായി, അങ്ങനെ 980. ഇനി ഡയറക്റ്റ് മെത്തേഡ് എന്താണ്? ഈ പറഞ്ഞ എക്സ് ഒഴികെയുള്ള ബാക്കി എല്ലാ സമത്തിനപ്പുറത്ത് പോകുമ്പോൾ റിവേഴ്സ് ചെയ്ത് വരും, തിരിച്ചു വരും അല്ലേ? അപ്പം 100 മുകളിലും 125 താഴെയും. നോക്കൂ നമുക്ക്. അപ്പൊ നമ്മൾ ഇങ്ങനെ എഴുതും: 980 ഇൻറ്റു 100/125. 140 എങ്ങനെ എഴുതും? 100/140. കറക്റ്റ് അല്ലേ? ഇനി എന്തുണ്ട്? 70%. 70% എങ്ങനെ തിരിച്ചെഴുതുമ്പോൾ 100/70. ഇതാണ് നമുക്ക് സിംപ്ലിഫൈ ചെയ്യേണ്ടത്. ഇത് സിംപ്ലിഫൈ ചെയ്താൽ നമുക്ക് എന്ത് ലഭിക്കും? യഥാർത്ഥത്തിലുള്ള എന്താ വില കണ്ടല്ലോ. ഇതെങ്ങനെയാണ്? 125/100 സമത്തിനപ്പുറത്ത് പോകുമ്പോഴാണ് 100/125. ഇനിതാ ഈ 0യും ക്യാൻസൽ ആയിപ്പോയി. കറക്റ്റ് അല്ലേ? ഈ 0യും ക്യാൻസൽ ആയിപ്പോയി. ഇനി 125ഉം ഈ പറഞ്ഞ വാല്യൂസും നമുക്ക് സിംപ്ലിഫൈ ചെയ്യാം. 100ഉം 125ഉം 25 കൊണ്ട് ക്യാൻസൽ ചെയ്താൽ ഇവിടെ 4 പ്രാവശ്യം, ഇവിടെ എത്ര പ്രാവശ്യം? 5 പ്രാവശ്യം എന്ന് കിട്ടി. ഈ 5ഉം ഈ 10ഉം ക്യാൻസൽ ആയിപ്പോയി, ഇവിടെ 2 പ്രാവശ്യം. കറക്റ്റ് അല്ലേ? ഇനി നമുക്ക് ഈ പറഞ്ഞ താഴെ 14ഉം 7ഉം ആണുള്ളത്. 7 കൊണ്ട് 98ൽ 9ൽ 7 ഒരു പ്രാവശ്യം, ശിഷ്ടം 2 ഉണ്ട്. അപ്പൊ 28. 28ൽ എത്ര പ്രാവശ്യം? 4 പ്രാവശ്യം.
0. ഇനി ഇതാ ഇവിടെ 14 ഉണ്ട്, 14 ക്യാൻസൽ ആയിപ്പോയി, ഈ 14, അപ്പോൾ 10 എന്ന് കിട്ടി. ഇപ്പോൾ ഡിനോമിനേറ്റർ മുഴുവൻ ക്യാൻസൽ ആകുന്നു. ന്യൂമറേറ്ററിലുള്ള ആരൊക്കെയാണ്? 4 ഉണ്ട്, 8 ഉണ്ട്, ഇവിടെ ഒരു 10 ഉണ്ട്, ഇവിടെ ഒരു 10 ഉണ്ട് അല്ലെ. അപ്പൊ 4 × 2 എത്ര? 8. 8 × 10 80, 80 × 10 800. ഇതാണ് ഉത്തരം. അതായത് സാധനത്തിന്റെ യഥാർത്ഥ വില 2000-ലാണ് ചോദിക്കുന്നത് അല്ലെ. 2000-ന്റെ തുടക്കത്തിൽ സാധനത്തിന്റെ യഥാർത്ഥ വില 800 ആയിരുന്നു. അതവിടെ 25% കൂടുന്നു. അതിനുശേഷം വീണ്ടും ഒരു 40% കൂടുന്നു. വീണ്ടും ഒരു 30% കുറഞ്ഞപ്പോൾ 980 ആയി. എങ്കിൽ തുടക്കത്തിലുള്ള വില അത് നമ്മൾ കണ്ടു. വ്യക്തമാണല്ലോ. ഇതാണ് നമ്മൾ എഴുതി സിംപ്ലിഫൈ ചെയ്യുന്ന ഒരു മെത്തേഡ്. ഇനി മറ്റൊരു മെത്തേഡ് നമുക്ക് ചെയ്യാം. ഇത് മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. 25% എത്ര കിട്ടും? 100നോട് പ്ലസ് ചെയ്യുമ്പോൾ 125, 40% കൂടുമ്പോൾ 140, 30% കുറയുമ്പോൾ 70. ഇത് 125% എഴുതിയിട്ടുണ്ട്. സമത്തിന് അപ്പുറത്തേക്ക് പോയി, അപ്പോൾ റിവേഴ്സ് ചെയ്ത് സിംപ്ലിഫൈ ചെയ്തു. ഇനി മറ്റൊരു മെത്തേഡാണ്, അത് എഴുതാതെ ചെയ്യുന്ന മെത്തേഡാണ്. കുറച്ച് സിംപ്ലിഫിക്കേഷൻ മനസ്സിൽ ചെയ്യാൻ പറ്റുമെങ്കിൽ നമുക്ക് വളരെ കംഫർട്ടബിളാണ്. നോക്കൂ, സാധനത്തിന്റെ വില 100 എന്നങ്ങെടുത്തു. സാധനത്തിന്റെ വില എന്തായിരുന്നു? 100. ആദ്യം എന്ത് ചെയ്തു? 25% കൂടി. 100നോട് ഒരു 25% കൂടിയാൽ, 100നോട് 25 കൂടിയാൽ എത്രയായി? 125. അപ്പോൾ ഒരു വർഷം കഴിഞ്ഞപ്പോൾ 100 രൂപ അടിസ്ഥാന വിലയായി ചിന്തിച്ചാൽ സാധനത്തിന്റെ വില 125 ആകും. ക്ലിയർ ആണ്? ആർക്കും ഡൗട്ടില്ല. ഇത് പലതും മനസ്സിൽ ചെയ്യാൻ പറ്റണം. അടുത്ത് എന്ത് ചെയ്തു? 2ാം വർഷത്തിന്റെ തുടക്കത്തിൽ 40% കൂടി. 2ാം വർഷം കഴിഞ്ഞപ്പോൾ 40%. ഏതിൻ്റെതാ കൂടുക? 125-ന്റെ 40%. അപ്പൊ 125-ന്റെ 10% നമുക്കറിയാം. 125-ൽ ഒരു ഡെസിമൽ മാറ്റിയ 12.5. 10% 12.5 ആണെങ്കിൽ അതിന്റെ ഇരട്ടിയായി 20%. 12.5-യുടെ ഇരട്ടി 25 എങ്കിൽ അതിന്റെ ഇരട്ടിയായി 40% 50. വ്യക്തമല്ലേ? ഇതൊന്നും എഴുതാൻ നിൽക്കല് മനസ്സിൽ ചെയ്യാൻ പറ്റണം. 10% 12.5, 20% 25, 40% 50. അപ്പോൾ രണ്ടാമത്തെ 40% 125 കൂടുമ്പോൾ 50 കൂടും. എത്രയായി മാറി? 175 മാറി. ഇനി മൂന്നാമത് സംഭവിച്ചത് എന്താ? 30% കുറഞ്ഞു. ആരുടെ കുറഞ്ഞു? 175-ന്റെ 30%. വേഗത്തിൽ എടുക്കാൻ പറ്റുന്നത് ഒരു ഡെസിമൽ മാറ്റിയാൽ 10% എടുക്കാം. എന്താ 10%? 17.5. അപ്പൊ 30% എന്ന് പറഞ്ഞാൽ 10-ന്റെ 3 മടങ്ങല്ലേ? 10% കിട്ടിയാൽ 3 ഇരട്ടി 30%. അപ്പോൾ 17.5 × 3 എടുത്താൽ പോരെ? അപ്പൊ 17 × 3, 10 × 3 30, 7 × 3 21, 51 ആയി. ഇനി അര വെച്ച് 3 1.5 അല്ലെ. അപ്പൊ 51-ന് 1.5 കൂട്ടിയ 52.5 കുറയുന്നു. ഓക്കെ, ഇതൊക്കെ നമുക്ക് മനസ്സിൽ ചെയ്യാം. 17.5 × 3 എഴുതി ചെയ്യാൻ നിൽക്കരുത്. 17-നെ 10 7 ആയിട്ട് എടുക്കുക. 10 × 3 30 ആണ്. 7 × 3 21 ആണ്. 30-നോട് 21 ചേർത്താൽ 51 ആയി. ഇനി ബാക്കി അരയുണ്ട്, 3 കൊണ്ട് ഗുണിക്കണം. അര 3 എണ്ണം ചേരുമ്പോൾ 1.5 അല്ലേ? 51 1 52. ഇനി എന്ത് ചെയ്യണം? 175-ൽ നിന്ന് 52.5 കുറയ്ക്കണം. എഴുതി കുറയ്ക്കാൻ നിൽക്കരുത്. വേഗത കൂടണമെങ്കിൽ അല്ലാതെ ആദ്യം 50 കുറച്ചേ, 175-ൽ നിന്ന് 50 കുറച്ചേ. മനസ്സിൽ തന്നെ ചെയ്യണം. അപ്പോൾ എത്ര കിട്ടി? 125. ഇനി അതിൽ നിന്ന് 2.5 കുറയ്ക്കണം. 125-ൽ നിന്ന് 2 കുറച്ചാൽ 123, അതിൽ നിന്ന് അര കുറച്ചാൽ 122.5. അതായത് ഇപ്പോൾ പറഞ്ഞ എല്ലാ പ്രോസസ്സിന് ശേഷവും സാധനത്തിന്റെ ഒറിജിനൽ വിലയുടെ 125%, 22.5%-ലാണ് എത്തി നിൽക്കുന്നത്. വ്യക്തമല്ലേ? അപ്പൊ ഇത് ഒരു പരിധി വരെ മനസ്സിൽ ചെയ്യാം. ഇത് വലിയ നമ്പർ ആയിട്ട് കൂടി. 100 ആയിരുന്നു ബേസ്, 25% കൂടി 125 ആയി. 125-ന്റെ 40% 50 കൂടി 175 ആയി. 175-ന്റെ 30% 52.5 കുറഞ്ഞു 122.5%. അതിനർത്ഥം ഇപ്പൊ ഉള്ള 980 എന്ന് പറയുന്നത് ഒരു സംഖ്യയുടെ 122.5%. വ്യക്തമാണ്? അതായത് 122.5% എന്ന് പറയുന്നത് 980. സംഖ്യ കാണാൻ എന്ത് ചെയ്യും? 980 × 100 / 122.5.
ഓക്കെ, നമുക്കിത് ഈസി ആയിട്ട് സിംപ്ലിഫൈ ചെയ്ത് പോകാൻ പറ്റും. നമ്മളിപ്പോൾ പഠിച്ചനുസരിച്ച് നിങ്ങൾക്ക് എന്ത് ലഭിക്കും? 800 എന്ന് കിട്ടും. അപ്പോൾ ഈ രണ്ടിൽ ഏത് മെത്തേഡ് വേണോ നമുക്ക് യൂസ് ചെയ്യാം. ആദ്യം പറഞ്ഞത് ഡയറക്റ്റ് മെത്തേഡാണ്, നമുക്കത് അറിയാം. ക്വസ്റ്റ്യൻ ഇതാണ്. രണ്ടാമത് പറയുന്നത് കുറെ കൂടെ ഫാസ്റ്റായി ചെയ്യാൻ പറ്റുന്നത്. ഇതൊക്കെ മൾട്ടിപ്പിൾ ആണ്, പരസ്പരം കട്ട് ചെയ്ത് പോയി നമുക്ക് 800 ലഭിക്കും. അപ്പൊ ക്ലിയർ അല്ലേ? അപ്പോൾ ഈ ചോദ്യം നമുക്ക് എന്താണ്, രണ്ട് തരത്തിൽ ചെയ്യാം. ഏത് വേണോ നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ്. അടുത്ത ചോദ്യത്തിലേക്ക് വരാം. ചോദ്യത്തിന് കുറച്ച് വലിപ്പമുണ്ട്. നമ്മുടെ ഇൻവെസ്റ്റ്മെന്റുമായി ബന്ധപ്പെട്ട ഒരു ചോദ്യമാണ്. മിസ്റ്റർ എക്സ് മിസ്റ്റർ വൈയും പ്രതിവർഷം യഥാക്രമം 2,50,000 രൂപയും 5 ലക്ഷം രൂപയും നിക്ഷേപിച്ച് ഒരു ബിസിനസ് ആരംഭിക്കുന്നു. ഒരു വർഷത്തിന് ശേഷം എക്സ് 2,50,000 കൂടി ബിസിനസ്സിൽ നിക്ഷേപിക്കുന്നു. അതേസമയം വൈ എന്ന് പറയുന്നത് 1 ലക്ഷം രൂപ നിലവിലുള്ളതിൽ നിന്ന് പിൻവലിക്കുന്നു. 2 വർഷം, ഒരു വർഷമല്ല 2 വർഷം പൂർത്തിയാകുമ്പോൾ 6,60,000 രൂപ ലാഭം കിട്ടുന്നു എങ്കിൽ ഓരോരുത്തരും എത്ര ലാഭമാണ് എടുക്കേണ്ടത്? വ്യക്തമല്ലേ? ഓക്കെ, അപ്പൊ ഇത് നമ്മുടെ ഷെയർ ഓഫ് പ്രോഫിറ്റ് എന്ന് പറയുന്ന കോൺസെപ്റ്റുമായി ബന്ധപ്പെട്ടതാണ്. നമുക്ക് നോക്കാം. എക്സ് എന്ന് പറയുന്ന ഒരു വ്യക്തിയും വൈ എന്ന് പറയുന്ന ഒരു വ്യക്തിയും ഉണ്ട്. ഓക്കെ, ഈ എക്സും വൈയും കൂടെ ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്നു. പാർട്ണർഷിപ്പ് എന്നൊക്കെ പറയാറുണ്ട്, പല പേരിൽ ഇത് അറിയപ്പെടാറുണ്ട്. അപ്പോൾ ഇവിടുത്തെ കോൺസെപ്റ്റ് വളരെ സിമ്പിളാണ്. ആദ്യ വർഷം 2 പേരുടെയും ഇൻവെസ്റ്റ്മെന്റ് ക്വസ്റ്റ്യനിലുണ്ട്. അറിയാം, എക്സ് 2.5 ലക്ഷം രൂപ, വൈ 5 ലക്ഷം രൂപ. അപ്പോൾ എക്സിന്റെ ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറഞ്ഞാൽ 2,50,000 രൂപ. വൈയുടെ ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറഞ്ഞാലോ അത് 5 ലക്ഷം രൂപയാണ്. ഓക്കെ, അപ്പോൾ എപ്പോഴും ഇൻവെസ്റ്റ്മെന്റിന്റെ റേഷ്യോയിലാണ്, ഇൻവെസ്റ്റ്മെന്റ് എന്ത് അടിസ്ഥാനത്തിലാണോ അതിന്റെ റേഷ്യോയിലാണ് എമൗണ്ട് സ്പ്ലിറ്റ് ചെയ്യേണ്ടത്, പ്രോഫിറ്റ് സ്പ്ലിറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ 2,50,000 ഇരട്ടിയാണ് 5 ലക്ഷം. സോ 1:2 ആണ് ഇവരുടെ ഷെയറിംഗ് റേഷ്യോ. ആദ്യ വർഷം ലാഭം വന്നെങ്കിൽ ഇവരുടെ എമൗണ്ടിനെ 1:2 എന്ന റേഷ്യോയിൽ സ്പ്ലിറ്റ് ചെയ്യണം. മനസ്സിലായി? ഇൻവെസ്റ്റ്മെന്റിന്റെ അടിസ്ഥാനത്തിലാണ് എപ്പോഴും റേഷ്യോ എടുക്കേണ്ടത്, ഷെയറിംഗ് റേഷ്യോ. 2 പേരും ഒരേ എമൗണ്ട് ആണ് ഡെപ്പോസിറ്റ് ചെയ്തതെങ്കിലോ ഈക്വൽ ഷെയർ കിട്ടുമായിരുന്നു. ശരിയല്ലേ? ഇനി ഈ ക്വസ്റ്റ്യനിൽ ഒരു വർഷം കൊണ്ടല്ല, 2ാം വർഷത്തെക്കുറിച്ചും പറയുന്നു. 2ാം വർഷം 2 അഡ്ജസ്റ്റ്മെന്റ് ഉണ്ട്. എന്താ അഡ്ജസ്റ്റ്മെന്റ്? എക്സ് ഇവിടെ 2.5 ലക്ഷം രൂപ കൂടി ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ വൈ അവിടെ 1 ലക്ഷം രൂപ പിൻവലിക്കുന്നു. അപ്പോൾ 2ാം വർഷം ആദ്യ വർഷം എക്സിന്റെ ഇൻവെസ്റ്റ്മെന്റ് 2.5 ലക്ഷം ആയിരുന്നെങ്കിൽ 2ാം വർഷം ഒരു 2.5 ലക്ഷം കൂടെ കൊണ്ടുവന്നുകൊണ്ട് എക്സിന്റെ ഇൻവെസ്റ്റ്മെന്റ് എക്സ് എന്താക്കി മാറ്റി? സെക്കൻഡ് ഇയറിന്റെ ആദ്യ വർഷം മുതൽ അവസാന വർഷം വരെ എക്സിന്റെ ഇൻവെസ്റ്റ്മെന്റിനെ 5 ലക്ഷമായി എടുക്കാം. എവിടെ നിന്ന് കിട്ടി എക്സിന്റെ 5 ലക്ഷം? ആദ്യം ഒരു 2.5 ഉണ്ടായിരുന്നു, ആ 2.5ക്ക് പുറമെ ഒരു 2.5 കൂടെ കൊണ്ടുവന്നു. ഇവിടെയാണ് ഏറ്റവും ഇമ്പോർട്ടന്റ്. ഇത് വ്യക്തമായി ക്ലിയർ ആയാൽ പിന്നെ നമുക്ക് ഡൗട്ട് ഇല്ല. എന്നാൽ വൈയുടെ കോൺസെപ്റ്റ് എന്താ? 2ാം വർഷവും ഒരു ചേഞ്ചും ഇല്ലെങ്കിൽ 5 ലക്ഷം തന്നെ. അപ്പൊ ആദ്യ വർഷം 5 ലക്ഷം, 5. പക്ഷെ വൈ എന്ത് ചെയ്തു? 1 ലക്ഷം വിഡ്രോ ചെയ്തു. അതിനർത്ഥം 2ാം വർഷം വൈയുടെ ഇൻവെസ്റ്റ്മെന്റായി അവിടെ ഉണ്ടായിരുന്നത് 4 ലക്ഷം രൂപയാണ്. അപ്പൊ ആദ്യ വർഷം 5 ലക്ഷം ഉണ്ടായിരുന്ന വൈക്ക് 2ാം വർഷം 4. അപ്പൊ 2 വർഷം അവസാനിക്കുമ്പോൾ നോക്കേണ്ടത് 2 വർഷത്തെ ടോട്ടൽ ഇൻവെസ്റ്റ്മെന്റ് 2.5 ലക്ഷം പ്ലസ് 5 7,50,000 ആണ് എക്സിന്റെ ഇൻവെസ്റ്റ്മെന്റ്. വൈയുടേതോ 9 ലക്ഷം. അപ്പോൾ ഇവരുടെ ഷെയറിംഗ് റേഷ്യോ എന്തായിരിക്കണം? 7,50,000 ഈസ് 9 ലക്ഷം. വ്യക്തമല്ലേ? ഇനി നമുക്ക് ഈ പൂജ്യങ്ങൾ 4 ക്യാൻസൽ ആയി പോയി. ബാക്കി 75ഉം 90ഉം ഉണ്ട്. 75നെയും 90നെയും 15 കൊണ്ട് കെട്ടാം. ക്യാൻസൽ ചെയ്ത് പോകും അല്ലെ? 5 കൊണ്ടൊക്കെ ക്യാൻസൽ ചെയ്ത് പോകും, 15 കൊണ്ട് ക്യാൻസൽ ചെയ്ത് പോകും. 15 കൊണ്ട് 5 പ്രാവശ്യം, ഇവിടെയോ 6 പ്രാവശ്യം. സോ ഇവരുടെ എക്സിന്റെയും വൈയുടെയും ഷെയറിംഗ് റേഷ്യോ എന്തെന്ന് ചോദിച്ചാൽ അത് 5:6 ആണ്. ഇവർക്ക് 2 പേർക്കുമായി ആകെ ലഭിച്ച ലാഭം 6,60,000. അതിനെ നമുക്ക് സ്പ്ലിറ്റ് ചെയ്യാൻ നമുക്കറിയാം. എക്സിന്റെ ഷെയർ എന്ത്? എക്സിൻ്റെത് ആകെ 6,60,000 ഇൻറ്റു എക്സിന്റെ റേഷ്യോ എന്ത്? 5. ആകെ റേഷ്യോ എത്ര? 11. ശരിയല്ലേ? ഈ 11ഉം 66ഉം ക്യാൻസൽ ആയി പോയി. 6 പ്രാവശ്യം 60,000 ഇൻറ്റു 5. എക്സിൻ്റെ കിട്ടുന്ന ഷെയർ 3 ലക്ഷം രൂപ. ശരിയല്ലേ? ഇനി വൈയുടെ ഷെയർ എന്താണെന്ന് ചോദിച്ചാൽ ഇതേ 6,60,000 ഇൻറ്റു 6/11 60,000 ഇൻറ്റു 6 3,60,000. ഓക്കെ ആണല്ലോ? അപ്പം നമുക്കിവിടെ നോക്കാം. ഓപ്ഷൻ
എക്സിന് 3 ലക്ഷം, വൈക്ക് 3,60,000 രൂപയാണ് ലഭിക്കേണ്ടത്. അപ്പോൾ മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ഒരിക്കൽ കൂടി നോക്കുക. ഡിഗ്രി ലെവൽ പരീക്ഷകൾക്ക് വരുന്ന ഒരു ചാപ്റ്ററാണിത്. 10th +2 നിലവാരത്തിലും കമ്പാരിറ്റീവ്ലി കുറവാണ്. നമ്മുടെ പാർട്ണർഷിപ്പ് എന്നാണ് ചാപ്റ്ററിന്റെ ഔദ്യോഗിക പേര്. പലതരത്തിൽ നമ്മളിത് പറയും, ഇൻവെസ്റ്റ്മെന്റ് എന്നൊക്കെ. അപ്പോൾ എക്സും വൈയും ചേർന്ന് ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ആദ്യ വർഷം എക്സിന്റെ ഇൻവെസ്റ്റ്മെന്റായി 2,50,000, വൈയുടെ ഇൻവെസ്റ്റ്മെന്റായി 5 ലക്ഷം രൂപ വരുന്നു. രണ്ടാം വർഷത്തെ ഒരു അഡ്ജസ്റ്റ്മെന്റ് എക്സ് 2.5 ലക്ഷം രൂപ കൂടെ കൊണ്ടുവരുന്നു. അപ്പോൾ രണ്ടാം വർഷം നിലവിലുള്ള 2.5 പ്ലസ് ഇപ്പോഴത്തെ 2.5, രണ്ടാം വർഷത്തെ എക്സിന്റെ ഇൻവെസ്റ്റ്മെന്റ് എന്തെന്ന് ചോദിച്ചാൽ 5 ലക്ഷം. എന്നാൽ കൈവശം ഇൻവെസ്റ്റ്മെന്റിൽ നിന്ന് 1 ലക്ഷം വൈ വിഡ്രോ ചെയ്യുമ്പോൾ രണ്ടാം വർഷം വൈയുടെ ഇൻവെസ്റ്റ്മെന്റ് എത്രയെന്ന് ചോദിച്ചാൽ 4. അപ്പൊ 2 വർഷം ആകുമ്പോൾ ഇവിടെ 5ഉം 2.5യും കൂടെ ചേർത്ത് 7.5 ലക്ഷം, ഇവിടെ 5ഉം 4ഉം കൂടെ ചേർത്ത് 9 ലക്ഷം. അപ്പോൾ 7.5 ലക്ഷം ഈസ് ടു 9 ലക്ഷം അല്ലെങ്കിൽ 5:6 ആണ് ഇവരുടെ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ. ആകെ ലഭിച്ച 6,60,000-നെ 5:6 എന്ന റേഷ്യോ സ്പ്ലിറ്റ് ചെയ്യുമ്പോൾ എക്സിന് 3 ലക്ഷവും വൈക്ക് 3,60,000 ലഭിക്കും. ഓക്കെ അല്ലേ? ക്ലിയർ ആണല്ലോ? യെസ്. അടുത്ത ചോദ്യത്തിലേക്ക് വരാം. 50 കിലോമീറ്റർ മാരത്തോൺ ഓട്ടത്തിൽ ഒരു അത്ലറ്റ് ആദ്യത്തെ 20 കിലോമീറ്റർ 5 km/h വേഗത്തിലും പിന്നെ അടുത്ത 14 കിലോമീറ്റർ 7 km/h വേഗത്തിലും അവസാനത്തെ 16 കിലോമീറ്റർ 8 km/h വേഗത്തിലും ഓടുന്നുവെങ്കിൽ അത്ലറ്റിന്റെ ശരാശരി വേഗത എന്ത്? വാക്ക് ശരാശരി, ചാപ്റ്റർ ശരാശരി എന്ന് വിശ്വസിക്കാം. പക്ഷേ ടൈം ആൻഡ് ഡിസ്റ്റൻസ് കൂടെ അറിയാമെങ്കിലേ ചെയ്യാൻ പറ്റൂ. ശരാശരിയിൽ ഇങ്ങനത്തെ കോൺസെപ്റ്റ് ഉണ്ട്. ക്വസ്റ്റ്യനിൽ പറയുന്നു ആകെ സഞ്ചരിക്കേണ്ട ദൂരം 50. പക്ഷെ 3 സ്പ്ലിറ്റപ്പുകളുണ്ട്. ആദ്യം ഒരു 20, അടുത്തൊരു 14, 34, പിന്നീട് ഒരു 16. ഓക്കെ, എങ്ങനെയാ സഞ്ചരിക്കുന്നേ? ആദ്യം ഒരു 20 കിലോമീറ്റർ സഞ്ചരിക്കുന്നത് 5 km/h വേഗത്തിലാണ്. എന്താണ് ഈ 5 km/h എന്ന് പറഞ്ഞാൽ 1 മണിക്കൂർ കൊണ്ട് സഞ്ചരിക്കാൻ സാധിക്കുന്ന ദൂരമാണ് 5. വ്യക്തമാണ്. 1 മണിക്കൂർ കൊണ്ട് എനിക്ക് 5 സഞ്ചരിക്കാം. അപ്പോൾ ഞാൻ 2 മണിക്കൂർ സഞ്ചരിച്ചാലോ അത് 10 ആകും. ഞാൻ അരമണിക്കൂർ സഞ്ചരിച്ചാലോ അത് 5ന്റെ പകുതി 2.5 ആണ്. വ്യക്തമല്ലേ? അപ്പോൾ അവിടെ നിന്ന് നമുക്ക് ഈ 2 ഡേറ്റാസ് അറിയാം. രണ്ടാമത് എന്താ പറയാ? 14, അടുത്തുള്ള ഒരു 14 കിലോമീറ്റർ സഞ്ചരിക്കുന്നത് എങ്ങനെയാണ്? അത് 7 km/h വേഗത്തിൽ. ഇനി മൂന്നാമതൊരു 16 കിലോമീറ്റർ ഉണ്ട്. ഈ 16 കിലോമീറ്റർ എങ്ങനെയാ സഞ്ചരിക്കുക? അത് 8 km/h. ഓക്കെ, അപ്പോ ഇനി ചോദ്യത്തിലേക്ക് വരുന്നു, എന്താണ് ശരാശരി വേഗത? അപ്പൊ ശരാശരി വേഗത കാണാൻ നമ്മൾ എന്താ സഞ്ചരിക്കുക? ഒന്ന്, ആകെ സഞ്ചരിച്ച ദൂരം എത്ര ബൈ സഞ്ചരിക്കാനെടുത്ത സമയം എന്ത്, അല്ലെ? അപ്പൊ നമ്മൾ ശരാശരി വേഗത സ്പീഡിന്റെ ഇക്വേഷൻ നമുക്ക് ഓരോരുത്തർക്ക് അറിയാം. എസ് സമം d/t. d ഡിസ്റ്റൻസ്, ടി എന്ന് പറഞ്ഞാൽ ടൈം. അപ്പൊ നമുക്ക് ഇവിടുത്തെ ഡിസ്റ്റൻസ് അറിയാം. എന്താ ഇവിടുത്തെ ഡിസ്റ്റൻസ്? ആകെ സഞ്ചരിക്കേണ്ട ദൂരം 50 അല്ലെ? 20ഉം 14ഉം 16ഉം ചേരുമ്പോ 50. സമയം എത്ര? സമയം ഇവിടെ ഇല്ല. എന്താ ടൈം കാണേണ്ട ഇക്വേഷൻ? ടൈം ഡിസ്റ്റൻസ് ബൈ സ്പീഡ്. ടൈം കാണാൻ എന്ത് ചെയ്യണം? ഡിസ്റ്റൻസിനെ സ്പീഡ്. ഞാൻ 20 കിലോമീറ്റർ ഡിസ്റ്റൻസ് 5 km/h സ്പീഡിൽ സഞ്ചരിച്ചു. ഞാൻ എത്ര സമയം എടുത്തു കാണും? എൻ്റെ ടൈം എത്ര? 20/5. ഉത്തരം 4 മണിക്കൂർ കൊണ്ടാണ് സഞ്ചരിച്ചേ. ശരിയല്ലേ? അടുത്ത 14 കിലോമീറ്റർ ഞാൻ 7 km/h വേഗത്തിലാണ് സഞ്ചരിച്ചേ. സോ 14/7 2 മണിക്കൂർ കൊണ്ട് സഞ്ചരിച്ചു. മൂന്നാമതൊരു 16 കിലോമീറ്റർ ഉണ്ട്. ഞാനത് 8 km/h വേഗത്തിൽ സഞ്ചരിച്ചു. 16/8 അവിടെയും എത്ര? 2. അപ്പോൾ എനിക്കിപ്പോ ടൈം കിട്ടി. ആദ്യത്തെ 20 കിലോമീറ്റർ 4 മണിക്കൂർ കൊണ്ടും അടുത്ത 14 കിലോമീറ്റർ 2 മണിക്കൂർ കൊണ്ടും മൂന്നാമതൊരു 14 കിലോമീറ്റർ 2 മണിക്കൂർ കൊണ്ടും ഞാൻ സഞ്ചരിച്ചു. ക്ലിയർ അല്ലേ? ഇനി നമുക്ക് ചോദ്യത്തിലേക്ക് വരാം. ശരാശരി വേഗത എന്ത്? സോ സ്പീഡ് നമുക്ക് കാണണം. ഇക്വേഷൻ ഡിസ്റ്റൻസ് ഡിവൈഡഡ് ബൈ ടൈം. എന്താണ് ഇവിടുത്തെ ഡിസ്റ്റൻസ്? ആകെ മാരത്തോണിന്റെ ദൂരം 50 കിലോമീറ്റർ. ഓക്കെയാണ്. ആകെ ദൂരം 50 ഡിവൈഡഡ് ബൈ സഞ്ചരിക്കാൻ എടുത്ത സമയം 4 മണിക്കൂർ 2 മണിക്കൂർ 2 മണിക്കൂർ. ആകെ 4ഉം 2ഉം 6ഉം 2ഉം
8 മണിക്കൂർ. ശരിയാണോ? അപ്പൊ 50/8 ആണ് എൻ്റെ ഉത്തരം. 50നെ ഞാൻ 8 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു. 50/8 ടേബിൾ നമുക്കറിയാം. 6 8 48. ശരിയല്ലേ? 50ൽ നിന്ന് 48 പോയാൽ ശിഷ്ടം 2. 2നെ 8 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റില്ല. ഡെസിമൽ കൊടുത്തു 0. 20ൽ 8 2 പ്രാവശ്യം 16. ശിഷ്ടം 4 0 5. അപ്പോൾ ഉത്തരം 6.25. ഓക്കെ ആണല്ലോ? ഓപ്ഷൻ നോക്കൂ, 6.25 km/h. ഓപ്ഷൻ ഡി ഓപ്ഷൻ. ഓക്കെ ആണല്ലോ? തെറ്റൂല. അപ്പൊ നോക്കൂ, ഇവിടെ നമുക്ക് കാണേണ്ടത് ശരാശരി വേഗത. എന്താണ് ശരാശരി വേഗത കാണേണ്ട ഫോർമുല? ആകെ സഞ്ചരിച്ച ദൂരം ഡിവൈഡഡ് ബൈ സഞ്ചരിക്കാനെടുത്ത സമയം. ആകെ സഞ്ചരിച്ച ദൂരം ഡയറക്റ്റ് ആയിട്ട് തന്നിട്ടുണ്ട് 50. സഞ്ചരിക്കാനെടുത്ത സമയം നമുക്ക് കണ്ടെത്തണം. അത് ഇവിടെ നിന്ന് കണ്ടെത്താം. 20 കിലോമീറ്റർ ദൂരം 5 km/h വേഗത്തിൽ സഞ്ചരിച്ചാൽ 20/5 4 മണിക്കൂർ കൊണ്ട്. 14 km/h ദൂരം അടുത്തത് 7 km/h വേഗത്തിൽ സഞ്ചരിച്ചാൽ സഞ്ചരിക്കാനെടുത്ത സമയം 14/7 2. അടുത്ത 16 km/h ദൂരം 8 km/h വേഗത്തിൽ സഞ്ചരിച്ചാൽ 16/8 2. വ്യക്തമല്ലേ? ആകെ സമയം 8, സഞ്ചരിക്കാനുള്ള ദൂരം 50. 50/8 ഉത്തരം 6.2 km/h. ഓക്കെ ആണല്ലോ? അടുത്ത ചോദ്യത്തിലേക്ക് വരാം. മണിക്കൂറിൽ 64 കിലോമീറ്ററും മണിക്കൂറിൽ 44 കിലോമീറ്ററും ഒരേ ദിശയിൽ സഞ്ചരിക്കുന്ന 2 വാഹനങ്ങൾ 2 മിനിറ്റിനുള്ളിൽ പരസ്പരം കടന്നു പോകുന്നു. ആദ്യത്തെ വാഹനത്തിന്റെ നീളം 150 മീറ്റർ ആണെങ്കിൽ രണ്ടാമത്തെ വാഹനത്തിന്റെ നീളം എന്ത്? ഇത് ഡയറക്റ്റ് ടൈം ആൻഡ് ഡിസ്റ്റൻസിന്റെ ചോദ്യമാണ്. അപ്പൊ നോക്കാം, ഇവിടെ നമുക്ക് കാണേണ്ടത് ഒരു വാഹനത്തിന്റെ നീളം. 2 വാഹനങ്ങൾ ഇവിടെ ഉണ്ട്. ഒന്നിന്റെ നീളം ഓൾറെഡി തന്നിട്ടുണ്ട്. രണ്ടാമത്തെ നീളം നമ്മൾ കണ്ടെത്തണം. ഓക്കെ, അപ്പൊ ഇവിടുത്തെ വേഗത നോക്കാം. ഒരു വാഹനത്തിന്റെ വേഗത മണിക്കൂറിൽ 64 km/h ആണ്. മറ്റൊരു വാഹനത്തിന്റെ വേഗത മണിക്കൂറിൽ 46 km/h ആണ്. 2 വാഹനങ്ങളും സഞ്ചരിക്കുന്ന എന്താണ്? ഒരേ ദിശയിൽ. അപ്പൊ നമ്മൾ ടൈം ആൻഡ് ഡിസ്റ്റൻസിന്റെ റൂളിലേക്കൊക്കെ ഓർക്കുന്നു അല്ലെ? എന്താണ്? 2 സ്പീഡുകൾ ഉണ്ടെങ്കിൽ നമ്മൾ ദിശ നോക്കണം. ചോദ്യത്തിനകത്ത് 2 സ്പീഡുകൾ ഉണ്ടെങ്കിൽ നമ്മൾ ദിശ അല്ലെങ്കിൽ ഡയറക്ഷൻ നോക്കണം. എന്താ റൂള്? ഒരേ ദിശയാണെങ്കിൽ കുറയ്ക്കുക, എതിർ ദിശയാണെങ്കിൽ കൂട്ടുക. ഇതിനെ നമ്മൾ റിലേറ്റീവ് സ്പീഡ് എന്നും ആപേക്ഷിക വേഗത എന്ന പേരൊക്കെ ഉപയോഗിക്കാറുണ്ട്. അത് ഉപയോഗിച്ചില്ലെങ്കിൽ നമുക്ക് ഓക്കെയാണ്. 2 സ്പീഡുകളുണ്ട്, 2 വാഹനങ്ങളുണ്ട്, 2 വാഹനത്തിന് 2 സ്പീഡുകളുണ്ട്. ഒന്ന് 64, മറ്റൊന്ന് 46. രണ്ടും ഒരേ ദിശ എന്നല്ലേ പറയുക? അതുകൊണ്ട് നമ്മൾ കുറച്ചു. 64ൽ നിന്ന് 46 കുറച്ചപ്പോൾ നമുക്ക് കിട്ടി വാഹനത്തിന്റെ ആപേക്ഷിക വേഗത അല്ലെങ്കിൽ റിലേറ്റീവ് സ്പീഡ് 18 km/h. ഇതാണ് വേഗത. ഇനി ഇത് പരസ്പരം കടന്നു പോകാൻ എടുക്കുന്ന സമയം എത്ര? 2 മിനിറ്റ്. പരസ്പരം കടന്നു പോകാൻ എടുക്കുന്ന സമയം എത്ര? 2 മിനിറ്റ്. ഓക്കെ, ഒരു വാഹനത്തിന്റെ നീളം അവിടെ തന്നിട്ടുണ്ട് എത്ര? 150. ഇതാണ് ഇപ്പോൾ നമുക്ക് കൈവശമുള്ള ഡേറ്റ. എന്നിട്ട് നമുക്ക് കാണേണ്ടത് വാഹനത്തിന്റെ നീളം. നീളം എന്നാൽ ദൂരം, ഡിസ്റ്റൻസ് അല്ലേ കാണേണ്ടത്? അപ്പൊ നമ്മൾ ഡിസ്റ്റൻസിന്റെ ഇക്വേഷനിലേക്ക് വരുന്നു. എന്താണ് ഡിസ്റ്റൻസ്? ഡിസ്റ്റൻസ് ഈക്വൽ ടു സ്പീഡ് ഇൻറ്റു ടൈം. ഇവിടെ സ്പീഡ് എത്ര? 18 km/h. ടൈം എത്ര? 2 മിനിറ്റ്. രണ്ടും ഒരേ യൂണിറ്റ് ആണോ? അല്ല. ഇവിടെ ആണെങ്കിൽ മീറ്ററിൽ പറയണം. അപ്പോൾ നമ്മൾ പഠിച്ചിട്ടുണ്ട് km/h മീറ്റർ/സെക്കൻഡിലേക്ക് മാറ്റണം. ഓക്കെ ആണ്. ഇവിടെ 18 km/h 18 km/h മീറ്റർ/സെക്കൻഡിലോട്ട് മാറ്റാനോ? 5/18. അപ്പോൾ എത്ര കിട്ടി? 5 മീറ്റർ/സെക്കൻഡ്. ഓക്കെ, ഇനി മറ്റൊന്ന് വേണ്ടേ? ടൈം. ടൈം എന്ന് പറഞ്ഞാൽ 2 മിനിറ്റ്. കറക്റ്റ് അല്ലേ? ഈ 2 മിനിറ്റ് എന്ന് പറഞ്ഞാൽ എന്താ സംഭവിക്കുക? മിനിറ്റിനെ ഈ യൂണിറ്റിലേക്ക് സെക്കൻഡിലോട്ട് മാറ്റണ്ടേ? 1 മിനിറ്റ് എത്ര സെക്കൻഡാ? 60. അപ്പൊ 2 മിനിറ്റ് എത്ര? 120. അപ്പൊ നമ്മൾ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യേണ്ടത് ഇവിടത്തെ വേഗത 5, ടൈം എന്ന് പറഞ്ഞ 2 മിനിറ്റ്, അതായത് 120. 120 × 5 ആൻസർ 600 മീറ്റർ. 600 മീറ്റർ. നോക്കൂ, ഓപ്ഷനിൽ 600 മീറ്റർ കിടപ്പുണ്ട്. പക്ഷെ ഈ 600 മീറ്റർ എന്താണ്?
ടോട്ടൽ ഡിസ്റ്റൻസ് ആണ് അവിടെയുള്ള രണ്ട് വാഹനങ്ങൾ കൂടെ ചേർത്തുള്ള ആകെ ദൂരം. ഇത് ഡിസ്റ്റൻസിന്റെ ഫോർമുലയാ അല്ലെ. ആകെ നീളമാണ് 600. അതിൽ ഒരെണ്ണത്തിന്റെ നീളം തന്നിട്ടുണ്ട് എത്ര? 150. അപ്പോൾ രണ്ടാമത്തതിന്റെ നീളമല്ലേ കാണേണ്ടത്. അപ്പോൾ ആകെ നീളമായ 600-ൽ നിന്ന് 150 ഒരു വാഹനത്തിന്റെ നീളം കുറച്ചാൽ മറ്റൊന്നിന്റെ നീളം എത്ര കിട്ടും? 450 മീറ്റർ. ഓക്കെ, നോക്കൂ, ഓപ്ഷൻ എ 450 മീറ്റർ. അപ്പം നോക്കൂ, ഇവിടെ നമുക്ക് ഡിസ്റ്റൻസ് കാണണം. ഡിസ്റ്റൻസ് കാണേണ്ട ഇക്വേഷൻ സ്പീഡ് ഇൻറ്റു ടൈം. ഇവിടെ രണ്ട് സ്പീഡുകൾ തന്നിരിക്കുന്നതിനാൽ ദിശ നോക്കണം. ഒരേ ദിശയായതുകൊണ്ട് ഇത് കുറച്ചു. എതിർ ദിശയായിരുന്നെങ്കിൽ നമ്മൾ ഇത് കൂട്ടുമായിരുന്നു. അപ്പോൾ കുറച്ചപ്പോൾ നമുക്ക് 18 km/h എന്ന് കിട്ടി. ഇനി സമയം മിനിറ്റിൽ തന്നിരിക്കുന്നു. രണ്ടിനെയും സെക്കൻഡിലേക്കാക്കി. 2 മിനിറ്റ് 120 സെക്കൻഡും 18 km/h 5 മീറ്റർ/സെക്കൻഡും. നമുക്ക് ആദ്യം ലഭിക്കുന്നത് ഡിസ്റ്റൻസ് ആണ്. ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ ടോട്ടൽ ഡിസ്റ്റൻസ്. ഒരു വാഹനമേ ഉണ്ടായിരുന്നുള്ളൂ എങ്കിൽ ആ ഡിസ്റ്റൻസ് ആ വാഹനത്തിൻ്റെതെന്ന് അസ്യൂം ചെയ്യാം. എന്നാൽ രണ്ടെണ്ണം ഉണ്ട് എന്ന കാരണത്താൽ അതിൽ നിന്ന് ഒരെണ്ണത്തിന്റെ തന്നിട്ടുണ്ട്, അതങ്ങ് കുറച്ചു. 600-ൽ നിന്ന് 150 കുറച്ചപ്പോൾ 450. നമ്മൾ കണ്ടിട്ടുള്ള മോഡല് ചോദ്യം തന്നെയാണ്. ക്ലിയർ അല്ലേ? അടുത്ത ചോദ്യം. ഒരു ബക്കറ്റിന്റെ ആകൃതിയിലുള്ള ഒരു വാട്ടർ ടാങ്ക് മുകളിൽ 50 സെന്റിമീറ്ററും താഴെ 32 സെന്റിമീറ്ററും വ്യാസമുള്ളതാണ്. 42 സെന്റിമീറ്റർ ഉയരമുള്ള വാട്ടർ ടാങ്കിന്റെ ശേഷി മീറ്ററിൽ എത്രയാണ്? അപ്പൊ ബക്കറ്റിന്റെ ആകൃതിയിലുള്ള ഒരു വാട്ടർ ടാങ്ക്, ആ വാട്ടർ ടാങ്ക് വൃത്താകൃതിയിലാണ്, അതുകൊണ്ടാണ് വ്യാസം തന്നിരിക്കുന്നത്. അതിന് മുകളിൽ എന്ന് പറയുന്നത് 50 സെന്റിമീറ്ററും താഴെ എന്ന് പറയുന്നത് 32 സെന്റിമീറ്ററുമാണ് വ്യാസമുള്ളത്. അതിന് 42 സെന്റിമീറ്റർ ഉയരമുണ്ടെങ്കിൽ ലിറ്ററിൽ ആ വാട്ടർ ടാങ്കിന്റെ ശേഷി എന്ത്? ഇവിടെ നമ്മൾ കോൺ എന്ന് പറയുന്ന ഒരു രൂപം പഠിച്ചിട്ടുണ്ട് ജോമെട്രിയിൽ. കോൺ അല്ലെ, അതായത് ഒരു സിലിണ്ടറിന്റെ 1/3 ആണ് കോൺ. മലയാളത്തിൽ വൃത്തസ്തൂപിക എന്ന് പറയും. താഴെ ഒരു കർവ് പോർഷൻ, മുകളിലേക്ക് വരുമ്പോൾ ഒരു സ്തൂപമാണ്. സിലിണ്ടർ എന്തായിരിക്കും? താഴെയും മുകളിലത്തെയും ഡയമീറ്റർ തുല്യമാകുന്നതാണ് നമ്മൾ സിലിണ്ടർ എന്ന് പറയുക. എന്നാൽ ഈ പറയുന്ന വൃത്തസ്തൂപികയെ, നമ്മൾ വൃത്തസ്തൂപിക കണ്ടിട്ടുണ്ട്, ഇങ്ങനെ ഇരിക്കും. ഇതല്ലേ വൃത്തസ്തൂപിക അല്ലെ, ഇതല്ലേ സിലിണ്ടർ. അപ്പൊ സിലിണ്ടറും വൃത്തസ്തൂപികയും നമുക്ക് വ്യക്തമായിട്ട് അറിയാം. സിലിണ്ടറിന്റെ പ്രത്യേകത മുകളിലും താഴെയും റേഡിയസ് ഒന്നുപോലെ, ഇതിനാണ് കോമൺ നമ്മൾ സിലിണ്ടർ എന്ന് പറയാം. ഇതാണ് വൃത്തസ്തൂപിക. ഇതിനെ നമുക്ക് ഇത് വെച്ച് വെട്ടിയാൽ, ഇത് വെച്ച് നമ്മൾ കട്ട് ചെയ്തു. കട്ട് ചെയ്യുമ്പോൾ എന്ത് ചെയ്യും? ഈ പറഞ്ഞ രൂപം കണ്ടായിരുന്നോ? ഇതിനെ നമ്മൾ ഫ്രസ്റ്റം എന്നാണ് പറയുക. ഫ്രസ്റ്റം ഓഫ് എ കോൺ. ഈ പറയുന്ന പാർട്ട് വെട്ടിമാറ്റിക്കഴിഞ്ഞാൽ ബാക്കിയുള്ളതിനെ ഫ്രസ്റ്റം എന്ന് പറയും. ഓക്കെ അല്ലേ? അപ്പോൾ ഒരു ഫ്രസ്റ്റവുമായി ബന്ധപ്പെട്ട വോളിയത്തിന്റെ ഫോർമുല അറിയണം. കോണിന്റെ ഫോർമുല അറിയാവുന്ന ആളിന് അതിൽ നിന്ന് ചെയ്യാവുന്നതേ ഉള്ളൂ. ഓക്കെ, അപ്പൊ നമുക്ക് അതിലേക്ക് വരാം. ഇതാണ് ബക്കറ്റിന്റെ ആകൃതിയിലുള്ള ഒരു വാട്ടർ ടാങ്ക്. ഇതിന്റെ താഴത്തെ ഡയമീറ്റർ എന്ന് പറയുന്നത് ഇവിടെയാണ്. ഡയമീറ്റർ താഴെ എത്ര? 32. അപ്പോൾ ഡയമീറ്റർ അല്ല നമുക്ക് വേണ്ടത്, റേഡിയസ് ആണ്. അപ്പൊ താഴത്തെ റേഡിയസ് ഡയമീറ്ററിന്റെ പകുതി. 32ന്റെ പകുതി എത്ര? 16. മുകളിലത്തെ ഡയമീറ്റർ ഇതാണ്. നമുക്ക് വേണ്ടത് അതിന്റെ റേഡിയസ് ആണ്. മുകളിലെ റേഡിയസ് എത്രയാണ്? അത് നമുക്ക് ക്യാപിറ്റൽ R കൊടുക്കാം. എത്ര കിട്ടി? 25. ഓക്കെ, 50ന്റെ പകുതി. ഇനി ഇതാണ് ഇതിന്റെ ഹൈറ്റ്. ഹൈറ്റ് എന്ന് പറഞ്ഞാൽ എത്രയുണ്ട്? 42. ഈ വരച്ചിരിക്കുന്ന രൂപമാണ് ഫ്രസ്റ്റം ഓഫ് എ കോൺ. മറക്കരുത്, നമുക്കറിയാം. ഇനി നമുക്ക് പഠിക്കേണ്ടത് ഒരു കോണിന്റെ, നമുക്ക് എന്താ പഠിക്കേണ്ടത്? ഒരു കോണിന്റെ വോളിയം കാണേണ്ട ഫോർമുല ഓൾറെഡി പഠിച്ചിട്ടുണ്ടാവും. എന്താണ് ഫോർമുല? 1/3 πr²h. ഇതാരുടേതാണ്? ഒരു കോണിന്റെ. ഇവിടെ 1/3 ഓക്കെയാണ്, പൈ ഓക്കെയാണ്, ദെൻ h ഓക്കെയാണ്. ആറിന് മാത്രമാണ് ഫ്രസ്റ്റത്തിൽ മാറ്റം ഉണ്ടാവുന്നത്. എന്ത് ചെയ്യുന്നു? ഈ കോൺ എന്ന് പറയുമ്പോൾ അവിടെ ഒരു റേഡിയസേ ഉണ്ടാവൂ അല്ലെ, താഴെ മാത്രമേ ഉള്ളൂ, മുകളൊരു സൂചി പോലെ ആയിരിക്കുക. അപ്പോൾ ഒരു റേഡിയസ് ഉണ്ടെങ്കിൽ അതിന്റെ സ്ക്വയർ എഴുതും. എന്നാൽ ഇവിടെ എത്ര റേഡിയസ് ഉണ്ട്? 2 റേഡിയസുകളുണ്ട്. ഒന്ന് വലുതിനെ നമ്മൾ ക്യാപിറ്റൽ R എന്നും ചെറുതിനെ നമ്മൾ സ്മോൾ r എന്നും കൊടുത്തു. ശരിയല്ലേ? അപ്പൊ ഫോർമുല അത് തന്നെയാണ്, 1/3 πr²h. പക്ഷേ ഫ്രസ്റ്റത്തിന്റെ വോളിയം എഴുതുമ്പോൾ നമ്മൾ എങ്ങനെ എഴുതും? 1/3 ഇൻറ്റു പൈ ഇൻറ്റു R എന്ന് പറഞ്ഞാൽ ഒരു R അല്ല, 2 R ഉണ്ടെങ്കിൽ ഓരോന്നിൻ്റെയും സ്ക്വയർ എടുക്കും. ആദ്യം ക്യാപിറ്റൽ R²
പ്ലസ് അടുത്ത് സ്മോൾ ആർ സ്ക്വയർ, അടുത്ത് എന്ത് ചെയ്യണം എന്നറിയോ, പ്ലസ് ഇതിന്റെ പ്രോഡക്റ്റ് എഴുതണം, ആറും ആറും. അപ്പോൾ വലിയ ആറ് ഇൻറ്റു ചെറിയ ആറ്. മനസ്സിലായ? ഇവിടെ ചെറിയൊരു ആർ സ്ക്വയറിന് വേണ്ടി ഫ്രസ്റ്റത്തിൽ വരുമ്പോൾ അത് എല്ലായിടത്തും സ്ക്വയർ വേണം. ആദ്യം ക്യാപിറ്റൽ ആർ സ്ക്വയർ വേണം, അടുത്ത് അത് പ്ലസ് ഇട്ട് സ്മോൾ ആർ സ്ക്വയർ വേണം, അടുത്ത് വലുതും ചെറുതും തമ്മിൽ ഗുണിക്കണം, 6 ഇൻറ്റു 6. ഇനി എന്ത് ചെയ്യണം, എച്ച്. ഓക്കെ അല്ലേ? അപ്പം ഞാൻ മുകളിലുള്ള പഴയ ഫോർമുല ഞാനതങ്ങ് അഴിക്കുകയാണ്. ഇതാണ് ഫ്രസ്റ്റത്തിന്റെ ഫോർമുല. എന്താണ്? 1/3 പൈ ഇൻറ്റു ക്യാപിറ്റൽ ആർ സ്ക്വയർ പ്ലസ് സ്മോൾ ആർ സ്ക്വയർ പ്ലസ് ആർ ഇൻറ്റു ആറ് ഇൻറ്റു എച്ച്. ഓക്കെ അല്ലേ? ഇവിടെ നമുക്ക് ഓരോന്നും നമുക്കറിയാം, നമ്മളിതിലേക്ക് വരുന്നു. ശരിയല്ലേ? അപ്പോൾ വോളിയത്തിന്റെ ഫോർമുല നമുക്കറിയാം, 1/3 ഇൻറ്റു പൈ ഇൻറ്റു ബ്രാക്കറ്റ് ഇടുന്നു, എന്ത്, ക്യാപിറ്റൽ ആർ സ്ക്വയർ പ്ലസ് സ്മോൾ ആർ സ്ക്വയർ പ്ലസ് ക്യാപിറ്റൽ ആർ ഇൻറ്റു സ്മോൾ ആർ ഇൻറ്റു എച്ച് എഴുതുന്നു. 1/3 പൈയുടെ വാല്യൂ നമുക്കറിയാം, ക്വസ്റ്റ്യനിൽ തന്നെ തന്നിട്ടുണ്ട്, 22/7 ഇൻറ്റു ബ്രാക്കറ്റിനകത്തെ ആദ്യത്തെ വലിയ റേഡിയസ് എത്ര, റേഡിയസ് എന്ന് പറഞ്ഞാൽ തന്നിരിക്കുന്ന ഡയമീറ്ററിന്റെ വ്യാസത്തിന്റെ പകുതി എത്ര കിട്ടും, 25ന്റെ സ്ക്വയർ, അടുത്തത് താഴെ 16ന്റെ സ്ക്വയർ പ്ലസ് 25 ഇൻറ്റു 16 ബ്രാക്കറ്റ് കഴിഞ്ഞു. എന്തൊക്കെയാ ബ്രാക്കറ്റ് വേണ്ടേ? വലിയ ആറിന്റെ സ്ക്വയർ 25ന്റെ സ്ക്വയർ, ചെറിയ ആറിന്റെ സ്ക്വയർ 16ന്റെ സ്ക്വയർ, എന്താണ് അടുത്ത വലുത് ഇൻറ്റു ചെറുത്. അപ്പൊ 25 ഗുണം 16. ഇനി എച്ച് എന്ന് പറഞ്ഞ 42 ഇൻറ്റു എച്ച് എന്ന് പറഞ്ഞ 42. വ്യക്തമല്ലേ? ഇത് സിംപ്ലിഫൈ ചെയ്താൽ മതി. നമുക്ക് സിംപ്ലിഫൈ ചെയ്യാം. ആ ഒരിക്കൽ കൊടുക്കാൻ കൂടെ 1/3 ഇൻറ്റു 22/7 ബ്രാക്കറ്റിനകത്ത് 25ന്റെ സ്ക്വയർ 625, 16ന്റെ സ്ക്വയർ 256 പ്ലസ് 25 ഗുണം 16 1600, അതിന്റെ പകുതി 800, അതിന്റെ പകുതി 400. ശരിയല്ലേ? ഇൻറ്റു 42. ഓക്കെ, ഇത്രയും സ്റ്റെപ്പ് വേണ്ട, പലർക്ക് സിംപ്ലിഫൈ ചെയ്ത് പോകാൻ പറ്റും, എങ്കിലും ഓക്കെയാണ്. അപ്പോൾ 620 600ഉം 400ഉം കൂടെ ചേർന്നാൽ 1000, 1256, 66, 76, 81. ശരിയല്ലേ? അപ്പോൾ അടുത്തത് 1/3 ഇൻറ്റു 22/7 ഇൻറ്റു 600, ഇതിൽ നിന്ന് 600 എടുത്തു, 600ഉം 400ഉം 1000 ആയി, ഇതിൽ നിന്ന് 200 എടുത്തു, അപ്പോൾ 1200 ആയി. ഇനി 1250ഉം 20ഉം 70 ആയി. ഓക്കെയാണ്. അപ്പോൾ 1270, 6ഉം 5ഉം 11, 1281 ഇൻറ്റു എത്ര വരും, 42. ഇനി നമുക്കിത് സിംപ്ലിഫൈ ചെയ്യാം. ഇവിടെ 3 ഉണ്ട്, 42 ഉണ്ട്, 7 കൊണ്ട് എത്ര പ്രാവശ്യം, 42ൽ 6 പ്രാവശ്യം, 3 6ൽ 2 പ്രാവശ്യം. ഇനി ബാക്കി 22ഉം 2ഉം 1281. അപ്പോൾ നമുക്ക് ഇതിന്റെ പ്രോഡക്റ്റ് എടുക്കാം. 1281, 22 ഇൻറ്റു 2 എത്ര, 44. ഒരു പ്രാവശ്യം 4, 4 ഇൻറ്റു 8 32, ശിഷ്ടം 3, 4 ഇൻറ്റു 2 8, 8 3 11, ശിഷ്ടം 1, 4 1 5. ക്ലിയർ അല്ലേ? ഇനി അടുത്തത് 4 തന്നെയാണ്, ഈ നമ്പർ എഴുതിയാൽ 4 2 1 5 പ്രോഡക്റ്റ് 4 6 3 6 5. അപ്പൊ 5 6 3 6 4. ഉത്തരം എത്ര? 5 6 3 6 4 സെന്റിമീറ്റർ ക്യൂബ്. നോക്കൂ, ഇതില് അങ്ങനെയല്ല, ലിറ്ററിലാണ് കിടക്കുന്നത്. എന്നാൽ ഈ 5 6 3 6 4 തന്ന ഒറ്റ ഓപ്ഷനേ ഉള്ളൂ. ഇവിടെ കിടക്കുന്നത് സെന്റിമീറ്റർ തരുന്നത് കൊണ്ട് സെന്റിമീറ്റർ ക്യൂബിലാണ്. നമുക്ക് എന്തിലേക്ക് വേണം? ലിറ്ററിൽ വേണം. അപ്പൊ ഈ സെന്റിമീറ്റർ ക്യൂബിനെ ലിറ്ററിലേക്ക് ആക്കാൻ 1000 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. സെന്റിമീറ്റർ ക്യൂബിനെ ലിറ്ററിലേക്ക് മാറ്റാൻ എന്ത് ചെയ്യണം? 1000 കൊണ്ട്. 1000 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ എത്ര ഡെസിമൽ മാറ്റിയാൽ മതി? 3 എണ്ണം മാറ്റണം, 3 0. അപ്പൊ ഉത്തരം എത്ര വരും? 56.364 ലിറ്റർ. ഓക്കെ അല്ലേ? നല്ല ചോദ്യമാണ്, ഫസ്റ്റവുമായി ബന്ധപ്പെട്ടത്. ഉത്തരം ഇവിടെ ബി ആണ് വരുന്നത്, 56.364. അപ്പൊ ഫോർമുല കൃത്യമായി പഠിക്കണം. കാണാതെ പഠിക്കുന്നത് പരമാവധി ഫോർമുല ഒഴിവാക്കുക, മനസ്സിലാക്കി പഠിച്ചു പോവുക. അത് കോണാണ്, കോണിന്റെ റേഡിയസ് മാറും. എങ്ങനെ വരും? ആർ സ്ക്വയർ, ക്യാപിറ്റൽ ആർ സ്ക്വയർ പ്ലസ് സ്മോൾ ആർ സ്ക്വയർ പ്ലസ് എന്ത് ചെയ്യുന്നു? 6 ഇൻറ്റു ചെറിയ ആർ. ഓക്കെ അല്ലേ? ശരി, അടുത്ത ചോദ്യത്തിലേക്ക് വരാം. ചില ഭാഷകളിൽ കേരള OIVEP എന്ന് സൂചിപ്പിക്കുന്നു. അതേ ഭാഷയിൽ ഒറീസ എങ്ങനെയാണ് സൂചിപ്പിക്കുന്നത്? കേരള KERALA OIVEPV എങ്കിൽ ഒറീസ ORISSA. അപ്പൊ ഇത് കോഡിംഗ് ആണ്.
ആൽഫബറ്റ് കോഡിംഗ് ആണ് കൊടുത്തേക്കുന്നത്. കെ എന്ന് പറയുന്ന അക്ഷരം ഒ ആയി മാറി. കെ എന്ന് പറയുന്നത് 11ാമത്തെ ഇംഗ്ലീഷ് ആൽഫബറ്റാ. ഒ എന്ന് പറയുന്നത് 15ആണ്. ഇ എന്ന് പറഞ്ഞ 5ാമത്തെ ആൽഫബറ്റാ. ഐ എന്ന് പറയുന്നത് 9. ആർ എന്ന് പറയുന്നത് 18. വി എന്ന് പറയുന്നത് 22. എ 1, ഈ 5. അപ്പോൾ 11 15 ആവണം, 5 9 ആകണം എന്ന് പറഞ്ഞ ഓരോ ആൽഫബറ്റിനോടും +4 ആണ് ചെയ്തിരിക്കുന്നത്. ആൽഫബറ്റ് +4. ഓക്കെ, നമുക്ക് പക്ഷേ ഈ വാല്യൂസിന്റെ പൊസിഷൻ അറിയില്ലെങ്കിൽ ABCD എഴുതി അങ്ങ് എടുത്താൽ മതി, അല്ലെങ്കിൽ ഇജോട്ടി എന്ന് പഠിച്ചു വെച്ചെടുത്താൽ മതി. ഈ 5 J10 O 15 T 20 Y 25, ശരിയല്ലേ? ഇവിടെ ഒറീസയുടെ O 15, അതിനോട് 4 കൂട്ടിയ 19ാമത്തെ അക്ഷരം, അത് S ആണ്. അപ്പൊ ഈ 2 ഓപ്ഷനും അല്ല, ഈ 2ൽ ഏതോ ഒന്നാണ്. അടുത്ത ആർ ഇവിടെ തന്നെ കിടപ്പുണ്ട്, 3ാമത്തെ അക്ഷരം. അപ്പൊ ആര് വരും? വി. 2ലും വി ആണ്. 3ാമത്തത് ഐ 9ാമത്തെ അക്ഷരമാണ്. 9 + 4, 9 4 13, 13ാമത്തെ അക്ഷരം എം. അപ്പൊ ഈ ഒരു ഓപ്ഷൻ മാത്രമായി, ഇതില്ല. സോ ഓപ്ഷൻ സി SVM WWE ആണ് ഒറീസയുടെ കോഡ്. ഈ ഭാഷയിൽ, ഈ കോഡിംഗ് മെത്തേഡിൽ തന്നിരിക്കുന്ന ആൽഫബറ്റിന്റെ പൊസിഷൻ എന്താണോ അത് +4 ആണ് ഈ പുതിയ കോഡിംഗ് രൂപം. ഓക്കെ, അടുത്തേക്ക് വരുന്നു തന്നിരിക്കുന്ന ശ്രേണിയിലെ അടുത്ത പദം. അപ്പൊ ഇവിടെ ഒരു സീരീസ് കംപ്ലീഷന്റെ ചോദ്യമാണ്. ആദ്യം 14, അടുത്ത് 34, 133, 352. അപ്പൊ ഇവ തമ്മിലുള്ള അകലം വലുതാണ്. ഒരു അരിത്തമെറ്റിക് സീരീസ് അല്ല, ജോമെട്രിക് ആകാം. ജോമെട്രിക് ആണെങ്കിൽ സ്ക്വയറിനും ക്യൂബിനും സാധ്യതയുണ്ട്. സ്ക്വയർ അടുത്തടുത്ത് മൂവ് ചെയ്യൂ, ക്യൂബ്. ഇനി ഓപ്ഷനിലേക്ക് നോക്കി, 729 ക്യൂബ് കിടക്കണം, 1331 കിടക്കണം, 9 11. അപ്പൊ ക്യൂബുമായി റിലേറ്റ് ചെയ്താണെന്ന് പ്രഥമ ദൃഷ്ടിയിൽ തന്നെ മനസ്സിൽ. 14 എന്ന സംഖ്യ, അതിനോട് അടുത്ത് കിടക്കുന്ന ക്യൂബ്, അതിന് മുമ്പ് വരുന്ന ഒരു ക്യൂബ് ആരുടേതാ? 2ന്റെ ക്യൂബാണ്, ശരിയല്ലേ? അപ്പൊ 2ന്റെ ക്യൂബ് എത്ര കിട്ടി? 2ന്റെ ക്യൂബ് 8. ഈ 8 14 ആയിരിക്കുന്നു. അടുത്തത് 3 ആണ്. 3ന്റെ ക്യൂബ് എത്ര? 27. അത് എത്ര ആയിരിക്കുന്നു? 34. അപ്പൊ നമുക്ക് വരാം. 2ന്റെ ക്യൂബ് 8. 8 14 ആകണമെങ്കിൽ 8നോട് 6 കൂട്ടുണ്ടേ, 8 6 14. 3ന്റെ ക്യൂബ് 27. അത് 34 ആകണമെങ്കിൽ എത്ര കൂട്ടണം? 7 കൂട്ടണം 34. അപ്പൊ ഇത് 2ലും ഇത് ഓക്കെയാണ്. തുടർന്ന് അങ്ങോട്ട് ശരിയാവും നോക്കാം. ആദ്യം 2ന്റെ ക്യൂബ് +6, അടുത്ത 3ന്റെ ക്യൂബ് തൊട്ടടുത്ത നമ്പർ +7. അപ്പൊ അടുത്ത് 4ന്റെ ക്യൂബ് അല്ല, 5ന്റെ ക്യൂബാണ് എഴുതിയിരിക്കുന്നത്. അപ്പൊ ഇവിടെ ഒറ്റ സംഖ്യകളല്ല, ഒറ്റ സംഖ്യകൾ ആദ്യത്തെ ഇരട്ട സംഖ്യയാണ്. അപ്പൊ 2 ഒരു പ്രൈം നമ്പർ ആണ്, 3 ഒരു പ്രൈം നമ്പർ ആണ്. അത് കഴിഞ്ഞ് അടുത്ത പ്രൈം നമ്പർ ആണ് 5. 5ന്റെ ക്യൂബ് എത്ര? 125 പ്ലസ് സ്വാഭാവികമായി 8 വരണം, കറക്റ്റ് ആണ്, 133. അപ്പോൾ 2 പ്രൈം നമ്പർ, 3 പ്രൈം നമ്പർ, 5 പ്രൈം നമ്പർ. ഇപ്പൊ 3 5 എന്ന് പറഞ്ഞാൽ ഒറ്റ സംഖ്യകൾ എടുക്കുക. 2 ഇരട്ടയായിരുന്നു, 3 ഒറ്റയായിരുന്നു. 4 എടുക്കാതെ 5ലേക്ക് വന്നപ്പോൾ അത് പ്രൈം നമ്പർ ആയി. അടുത്ത 5 കഴിഞ്ഞാൽ ആരാ? 7 ആണ് പ്രൈം നമ്പർ. 7ന്റെ ക്യൂബ് 343 പ്ലസ് 9 ആണ് വരേണ്ടത് ഈ ഓർഡറിലാണെങ്കിൽ. അപ്പോൾ 352 കൃത്യമാണ്. അപ്പോൾ ഓർഡർ കിട്ടി. അപ്പം 2ഉം 3ഉം 5ഉം 7നും ശേഷം വരുന്ന പ്രൈം നമ്പർ ഒറ്റ സംഖ്യ ആയിരിക്കും. അത് 9 അല്ല, അതാരാണ്? 11 ആണ്. സോ 11ന്റെ ക്യൂബ് 1331. ഇവിടെ 9 ആണെങ്കിൽ 10 കൂട്ടണം, 1341. ഓപ്ഷൻ ഡി. അപ്പോ സീരീസുമായി ബന്ധപ്പെട്ടതിൽ എന്താണ്? പ്രൈം നമ്പറിന്റെ ക്യൂബ് പ്ലസ് ആദ്യത്തതാണെങ്കിൽ 6, അടുത്തത് 7, അടുത്തത് 8, അടുത്തത് 9, അടുത്തത് 10 എന്ന ഓർഡറിലാണ് മുന്നോട്ട് പോയിരിക്കുന്നത്. ഓക്കെ ആണല്ലോ. അടുത്തത് മെന്റൽ എബിലിറ്റിയുടെ ചോദ്യമാണ്. ഒരു കുടുംബത്തിലെ ചടങ്ങിനിടെ ഒരു സ്ത്രീ ഒരു പുരുഷനെ ചൂണ്ടി പറയുന്നു, എൻ്റെ അമ്മ അവൻ്റെ അമ്മയുടെ ഏക മകളാണ്. ആ സ്ത്രീക്ക് ആ പുരുഷനുമായുള്ള ബന്ധമെന്ത്? ഓക്കെയാണ്. ഇപ്പൊ മലയാളത്തിലെ ചോദ്യം ഡൗട്ട് വരികയാണെങ്കിൽ തൊട്ടപ്പുറത്ത് ഇംഗ്ലീഷ് കൊണ്ട് റീസണിംഗ് ഒക്കെ അത് ശ്രദ്ധിക്കുന്നത് നന്നായിരിക്കും. ഒരു കുടുംബത്തിലെ ചടങ്ങിനിടെ ഒരു സ്ത്രീ, അപ്പൊ പറയുന്നത് ഒരു സ്ത്രീയാണ്. സ്ത്രീ ഒരു പുരുഷനെ ചൂണ്ടിയാണ് പറയുന്നത്. അപ്പൊ പറയുന്ന ആള് ഞാനൊരു സ്ത്രീ എന്ന് എഴുതി, ക്വസ്റ്റ്യൻ ഉപയോഗിച്ചേക്കുന്ന അതേ വാക്ക്. ഒരു സ്ത്രീ ഒരു പുരുഷനെ നോക്കി പറയുന്നുണ്ട്, എൻ്റെ അമ്മ, അതായത് സ്ത്രീയുടെ അമ്മ. അപ്പൊ നമ്മൾ പഠിച്ചിട്ടുണ്ട്, കാലഘട്ടങ്ങൾക്കനുസരിച്ച് ഒരു ലൈനായിട്ട് എഴുതാനാണ് നമ്മൾ എളുപ്പവഴി പഠിച്ചത്. ഈ സ്ത്രീയുടെ അമ്മ എന്ന് പറയുമ്പോൾ തൊട്ട് മുകളിലത്തെ ലൈൻ വരും. അപ്പോൾ ഈ സ്ത്രീയുടെ അമ്മ എന്ന് പറയുന്നത് അവൻ്റെ അമ്മയുടെ ഏക മകളാണ്.
എന്ന് പറഞ്ഞാൽ അവന്റെ അമ്മയുടെ ഏക മകളാണ് ഈ സ്ത്രീ എന്ന് പറഞ്ഞാൽ ഈ സ്ത്രീയും അവനും സഹോദരങ്ങളാണ്. ക്ലിയർ അല്ലേ? അപ്പൊ നോക്കൂ, അവൻ എന്ന വാക്ക് ഞാൻ ഇവിടെ എഴുതി. അവന്റെ അമ്മയുടെ ഏക മകളാണ് ഈ സ്ത്രീ. ഓക്കെ, അപ്പോൾ ഇവിടെയാണ് അമ്മ വരിക. ഈ അമ്മയ്ക്ക് 2 മക്കളുണ്ട്, ഈ വ്യക്തിയും ഇതും. ഇനി ഈ സ്ത്രീയാണ് പറയുന്നത് എന്താണ്? എൻ്റെ അമ്മ, കറക്റ്റാണ്, അവൻ്റെ അമ്മയുടെ ഏക മകളാണ്. വ്യക്തമാണ്. എന്നിട്ട് ചോദ്യം എന്താണ്? ഈ പറഞ്ഞ സ്ത്രീക്ക് ഈ പുരുഷനുമായുള്ള ബന്ധം. ഈ സ്ത്രീയുടെ അമ്മയുടെ സഹോദരനാണ് ഈ പുരുഷൻ. അമ്മയുടെ സഹോദരനുമായി ഈ സ്ത്രീക്കുള്ള ബന്ധം എന്ത്? അയാളുടെ മരുമകളാണ്, സഹോദരിയുടെ മകൾ. സഹോദരിയുടെ മകൾ എന്ന് പറഞ്ഞാൽ ആരാണ്? മരുമകളാണ്. ഓക്കെയാണ്. അപ്പൊ മരുമകൻ എന്നും കിടപ്പുണ്ട്. സ്ത്രീ എന്ന വാക്ക് അതുകൊണ്ടാണ് ഉപയോഗിക്കുന്നത്. ഓക്കെ, വ്യക്തി എന്ന് പറയാത്ത 2 ഉത്തരങ്ങൾ വരും. അപ്പൊ ക്വസ്റ്റ്യൻ വ്യക്തമാണല്ലോ. ഒരു സ്ത്രീ ഒരു പുരുഷനെ നോക്കി പറയുന്നു, അയാളുടെ അമ്മയുടെ ഒരേ ഒരു മകളാണ് എൻ്റെ അമ്മ. അതായത് എൻ്റെ അമ്മയുടെ സഹോദരനാണ് ആ വ്യക്തി. ആ വ്യക്തിയുമായി ഈ സ്ത്രീക്കുള്ള ബന്ധമെന്ത്? ആ വ്യക്തിയുടെ അനന്തരവളാണ്, സഹോദരിയുടെ മകളാണ് ഈ വ്യക്തി. ഓക്കെ, അടുത്ത ചോദ്യം, അതും റീസണിങ്ങിന്റെ ചോദ്യമാണ്. MNO എന്നത് ഒരു നഗരത്തിലെ 3 പട്ടണങ്ങളാണ്. എമ്മിൽ നിന്ന് കിഴക്ക് 20 കിലോമീറ്ററും എമ്മിന് തെക്ക് 15 കിലോമീറ്ററും ആണെങ്കിൽ ഇവിടെ ഓന് തെക്ക് എന്നാണ് ക്വസ്റ്റ്യൻ പേപ്പറിൽ കിടന്നത്. അപ്പൊ അതിന്റെ കറക്റ്റ് വരേണ്ടത് എമ്മിന് തെക്ക് എന്നാണ്. അപ്പുറത്തെ ഇംഗ്ലീഷ് വായിച്ചാൽ മനസ്സിലാവും, ഞാൻ ഇവിടെ കറക്റ്റ് ചെയ്തിട്ടുണ്ടത്. ഓക്കെ, MNO ഒരു നഗരത്തിലെ 3 പട്ടണങ്ങളാണ്. ആയിക്കോട്ടെ, എമ്മിൽ നിന്ന് 20 കിലോമീറ്റർ കിഴക്കാണ്. ഓക്കെ ആണല്ലോ. അപ്പോൾ ഇത് എം ആണ് എന്ന് വിചാരിക്കാം. ഇങ്ങോട്ടാണ് കിഴക്ക്, അറിയാലോ ഡയറക്ഷൻ. ഒരു ക്രോസ് വരച്ചാൽ നോർത്ത്, സൗത്ത്, ഈസ്റ്റ്, വെസ്റ്റ്. ഓക്കെ, ഇവിടെ നിന്ന ഡയറക്ഷൻ. അപ്പോൾ ഇവിടെ എന്താണ്? എമ്മിൽ നിന്ന് കിഴക്ക് 20. അപ്പോൾ എം ഇവിടെയാണ്. എമ്മിൽ നിന്നൊരു 20 കിലോമീറ്റർ കിഴക്ക്, ഇതാണ് എന്നിന്റെ സ്ഥാനം. എമ്മിന് തെക്ക്, തെക്ക് താഴോട്ടല്ലേ എന്ന് പറഞ്ഞാൽ എമ്മിന് തെക്ക് 15 എങ്കിൽ എന്നും ഓയും തമ്മിലുള്ള അകലം. ഓക്കെ, ഈ ചരിഞ്ഞ ലൈൻ. അപ്പൊ ഇതൊരു മട്ടത്രികോണാണ്. ഈ ലൈൻ എന്ന് പറഞ്ഞാൽ അതിന്റെ ഹൈപ്പോട്ടനീസ് ആണ്, മലയാളത്തിൽ കർണമാണ്. പൈതഗോറിയൻ തിയറിയാണ് ഉപയോഗിക്കേണ്ടത്. എങ്ങനെയാ പൈതഗോറിയൻ തിയറി? ബേസ് സ്ക്വയർ പ്ലസ് ഓൾട്ടിറ്റ്യൂഡ് സ്ക്വയർ. അപ്പോൾ റൂട്ട് ഓഫ് 20ന്റെ സ്ക്വയർ പ്ലസ് 15ന്റെ സ്ക്വയർ. എന്താ 20ന്റെ സ്ക്വയർ? അത് 400 ആണ്. 15ന്റെ സ്ക്വയർ 225 ആണ്. സോ റൂട്ട് ഓഫ് 625 എത്ര കിട്ടും? 25 കിലോമീറ്റർ. അതായത് എന്നും ഓയും തമ്മിലുള്ള അകലം 25 കിലോമീറ്റർ ആണ്. ഓപ്ഷൻ ബി ആണ്. വ്യക്തമല്ലേ? MNO ഒരു നഗരത്തിലെ 3 പട്ടണങ്ങൾ. എമ്മിൽ നിന്ന് കിഴക്ക് 20 കിലോമീറ്റർ അകലെ എന്നും എമ്മിന് തെക്ക് 15 കിലോമീറ്റർ അകലെ ഓയും ആകുമ്പോൾ എന്നും ഓയും തമ്മിൽ വരുന്ന ലെങ്ത് എന്ന് പറഞ്ഞാൽ ഒരു മട്ടത്രികോണത്തിന്റെ ഹൈപ്പോട്ടനീസ് ആയി വരും. അത് കാണാൻ പൈതഗോറിയൻ തിയറി ഉപയോഗിക്കുന്നു. നമ്മുടെ ഉത്തരം 25. അടുത്ത ചോദ്യം, ABC എന്നിവയാണ് ഒരു പ്രദേശത്തെ 3 സ്ഥാപനങ്ങൾ. ഒരു പ്രദേശത്തെ 3 സ്ഥാപനങ്ങളാണ് എയും ബിയും സിയും. എയിൽ ഓരോ 45 മിനിറ്റിലും, ബിയിൽ ഓരോ 1 മണിക്കൂറിലും, സിയിൽ ഓരോ 2 മണിക്കൂറും ഇടവിട്ട് ബെല്ല് മുഴങ്ങുന്നു. 3 ബെല്ലുകളും രാവിലെ 9, അതായത് 9 AM മുഴങ്ങുന്നുവെങ്കിൽ ഏത് സമയത്താണ് ഇവ വീണ്ടും അടിക്കുന്നത്? ഒക്കെയാണ്. അപ്പൊ നമ്മുടെ LCMുമായി ബന്ധപ്പെട്ടൊരു ചോദ്യം. ABC 3 സ്ഥാപനങ്ങൾ. എയിൽ ഒരു മണി മുഴങ്ങുന്നത് ഓരോ 45 മിനിറ്റ് ഇടവിട്ടാണ്. ബിയിൽ ഓരോ മണി മുഴങ്ങുന്നത് 1 മണിക്കൂറിൽ. ഇത് മിനിറ്റ് ആയതുകൊണ്ട് 1 മണിക്കൂറിനെ നമുക്ക് മിനിറ്റ് ആക്കാം, 60. സിയില് 2 മണിക്കൂർ ഇടവിട്ടാണ്. 2 മണിക്കൂർ എന്ന് പറഞ്ഞാൽ മിനിറ്റിലേക്ക് വരുമ്പോൾ 120. ഇവ 3ഉം കൂടെ ഒരുമിച്ച് മുടങ്ങിയത് എപ്പോഴാ? രാവിലെ 9 AM. എങ്കിൽ ഇവ വീണ്ടും ഒരുമിച്ച് മുഴങ്ങുന്നത് കാണാൻ ഈ തന്നിരിക്കുന്ന 45ന്റെയും 60ന്റെയും 120ന്റെയും LCM എടുക്കണം. LCM നമ്മൾ എഴുതാതെ ചെയ്ത് പഠിച്ചിട്ടുണ്ടാകാം. തന്നിരിക്കുന്നതിൽ ഏറ്റവും വലിയ നമ്പർ എടുക്കുക. ഏതാ ഏറ്റവും വലിയ നമ്പർ? 120. അതിന് തന്നിരിക്കുന്ന മറ്റ് ചെറിയ സംഖ്യകൾ കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുമെങ്കിൽ അത് തന്നെയാണ് LCM. 120ന് 60 കൊണ്ട് ശിഷ്ടമില്ലാതെ ഡിവൈഡ് ചെയ്യാൻ 2 പ്രാവശ്യം. പക്ഷെ 45 കൊണ്ട് പറ്റൂല. എങ്കിൽ 120ന്റെ അടുത്ത ഗുണിതം എടുക്കണം. 12ന്റെ അടുത്ത ടേബിൾ പറഞ്ഞു നോക്കിയാൽ മതി. 12 24 ആവും.
240നെ 45 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുമോ? ഇല്ല. അപ്പോൾ അടുത്തത് എടുക്കണം 360. 360നെ 45 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും. ശരിയല്ലേ? 45ന്റെ ഇരട്ടി 90. 90 × 4 4 9 36. ഓക്കെയാണ്. അപ്പൊ 360 ആണ്. 360 മിനിറ്റ്. 360 മിനിറ്റ് ആണ് ഇവിടത്തെ LCM. അതായത് വീണ്ടും ഇവ ഒരുമിച്ച് മുഴങ്ങുന്നത് 360 മിനിറ്റുകൾക്ക് ശേഷമാണ്. നമുക്ക് മണിക്കൂറിലേക്ക് മാറ്റാൻ സാധിക്കും. 1 മണിക്കൂർ 60 മിനിറ്റ് ആയതിനാൽ 360/60 6 മണിക്കൂർ കഴിഞ്ഞ് ഇനി ഇത് മുഴങ്ങും. അപ്പോൾ 9 മണി കഴിഞ്ഞ് 6 മണിക്കൂർ ആവാൻ നമ്മൾ പ്ലസ് ചെയ്ത് നോക്കിയാൽ മതി. 9 + 6 15. ചിലപ്പോൾ അത് 15 ഒക്കെ റെയിൽവേ ടൈം ആയി പോകും. അപ്പം ഓക്കെ, 9 കഴിഞ്ഞ് 10 11 12. ക്ലിയർ അല്ലേ? അടുത്ത 1, അടുത്ത എത്ര വരും? 2 വരും. ഓക്കെ ആണല്ലോ. അപ്പോൾ ഇവിടെ 9 മണിക്ക് ഇവ ഒരുമിച്ച് മുഴങ്ങുന്നു. 9നോട് 6 കൂട്ടണം അല്ലെ? അപ്പൊ നോക്കിയേ, 9നോട് 6 കൂട്ടുമ്പോൾ 10 11 12 1 2 3. അപ്പൊ ഇവിടുത്തെ ഉത്തരം എന്ത് വരും? 3. വൈകുന്നേരം 3ന് നമ്മൾ എന്തെന്നാ പറയാ? 3 PM എന്ന് പറയും. ഓക്കെ ആണ്. അപ്പൊ 15 മണി എന്ന് പറയുന്നു. 15ന്ന് 12 കുറച്ച് കളഞ്ഞാലും മതി. 9 + 6 15. 12 വരെ നമ്മൾ കോക്കിലുള്ളൂ. 15ന്ന് 12 കുറച്ച് കഴിഞ്ഞാൽ ബാക്കി നമുക്ക് 3 എന്ന് കിട്ടും. അല്ലെങ്കിൽ നമ്മൾ കൂട്ടി നോക്കണം. 9 കഴിഞ്ഞ് 10 എന്നും 11 എന്നും 12 എന്നും പറയണം. അപ്പൊ 3 എണ്ണമായി. അടുത്ത 1 2 3. ഇനി ഈ മെത്തേഡിൽ LCM എടുക്കാൻ അറിയാത്ത ഒരാൾ എന്താ ചെയ്യുക? സാധാരണ നമ്മൾ സ്കൂളിൽ പഠിച്ചതുപോലെ 45 60 120. അപ്പം നമ്മൾ LCM എടുക്കുന്നു 15 കൊണ്ട്. ഇവിടെ 3 പ്രാവശ്യം, ഇവിടെ 4 പ്രാവശ്യം, ഇവിടെ 8. ഇനി എത്ര ഉണ്ട്? 4 കൊണ്ട്. ഈ 3 അതേപടി എഴുതും. ഈ 4ൽ 1 പ്രാവശ്യം, 8ൽ 2. ഇനി 15 × 4 60. 60 × 3 180. 180 × 2 360 എന്ന് LCM കിട്ടും. 360 മിനിറ്റ് എന്ന് പറഞ്ഞാൽ അത് 6 മണിക്കൂറിന് തുല്യമാണ്. 9 മണിക്ക് ഒരുമിച്ച് മണി മുഴങ്ങിയെങ്കിൽ 6 മണിക്ക് ശേഷം അടുത്ത് മുഴങ്ങുന്നത് 3 മണിക്ക് ആയിരിക്കും. ഓക്കെ. അപ്പോൾ ഈ 10 ചോദ്യങ്ങളാണ് കഴിഞ്ഞ ദിവസം നടന്ന SI പരീക്ഷയുടെ മെയിൻ പരീക്ഷയിൽ ഉണ്ടായിരുന്നത്. അപ്പോൾ സ്വാഭാവികമായും നമ്മുടെ അടുത്ത സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് ഉൾപ്പെടെയുള്ള ഡിഗ്രി നിലവാരത്തിലുള്ള പരീക്ഷയ്ക്ക് തീർച്ചയായും ഈ ചോദ്യങ്ങളും ഇതിൻ്റെ അനുബന്ധ വസ്തുതകളുമായി പ്രിപ്പയർ ചെയ്തിട്ട് വേണം നമ്മൾ പരീക്ഷാ ഹാളിലേക്ക് പോകാൻ. ഓക്കെ, താങ്ക് യു.